കോളേജ് ഫലം ലഭ്യമായാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇത് മാറ്റണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലല്ലോ. സ്ഥലത്തിൻ്റെ ലഭ്യത ഒരു പ്രധാന ഘടകമാണ്. ഇത് എങ്ങനെ വെച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുക. ഏതായാലും വെച്ച സ്ഥിതിക്ക് ഇതിനെ മാറ്റുമ്പോൾ ഇനി അതിന് പ്രാദേശികമായിട്ടുള്ള തർക്കം വേറെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഒരു കാര്യം സർക്കാർ നിർബന്ധമുണ്ട്, അംഗീകാരം നഷ്ടപ്പെടാൻ പാടില്ല. മാനന്തവാടിയിൽ തന്നെ കണ്ടിന്യൂ എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും അതിൻ്റെ സ്ഥല ലഭ്യത ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ചൂണ്ടിക്കാണിച്ച സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ റിസർവ്ഡ് ഫോറസ്റ്റാണ്. ആ റിസർവ്ഡ് ഫോറസ്റ്റിൽ നിന്ന് ഒരു ചെടി പോലും വെട്ടാൻ കേന്ദ്രം അനുവദിക്കില്ല. പക്ഷേ നമ്മൾ നിരന്തരമായി ഈ കത്തടപാട് നടത്തിയിട്ട് കാര്യമില്ല. അടുത്ത വർഷം അംഗീകാരം പോവും നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പക്ഷെ ഇപ്പോൾ 50 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ചന്ദ്രപ്രഭ എസ്റ്റേറ്റുകാർ സൗജന്യമായി നൽകിയ സ്ഥലമുണ്ട്. ഏതായാലും സ്ഥലത്തിൻ്റെ ലഭ്യത കൂടെ ഒന്ന് ഞങ്ങൾ പരിശോധിക്കും. മാനന്തവാടിയിലെ സ്ഥലത്തിൻ്റെ ലഭ്യത കൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരിടത്ത് മെഡിക്കൽ കോളേജെങ്കിൽ മറ്റേടത്ത്, അതായത് കൽപ്പറ്റയിലും മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജെങ്കിൽ കൽപ്പറ്റയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഈ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ ലഭ്യതയും കൂടെ നോക്കണം. മുഖ്യമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സ്ഥലം MP ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവർ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, കഴിയുന്നതും മാനന്തവാടിയിൽ നിലനിർത്തുക. അതോടൊപ്പം തന്നെ കോളേജിൻ്റെ അംഗീകാരം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് അവർ സൂചിപ്പിച്ചത്. അതനുസരിച്ച് ഡിസ്കസ്. എവിടെ? അല്ല, സ്ഥലം ലഭ്യമായാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇത് മാറ്റണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലല്ലോ. സ്ഥലത്തിൻ്റെ ലഭ്യത ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്, ലഭ്യത അനുസരിച്ച്. പക്ഷേ ഇനി അനശ്വരമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കത്തടപാട് നടത്തി നീട്ടിക്കൊണ്ടുപോയാൽ ഇതിൻ്റെ അംഗീകാരം നഷ്ടപ്പെടും. പിന്നെ എല്ലാവരും ഗവൺമെൻറ്റിനെയും മന്ത്രിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ജാഗ്രത ഇല്ലാതെയാണ് അവർ ചെയ്തത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. 50 ഏക്കർ ശ്രീ വീരേന്ദ്രകുമാർ മുൻകൈയെടുത്ത് സൗജന്യമായി നൽകിയ സ്ഥലം കയ്യിലുള്ളപ്പോൾ എന്തർത്ഥത്തിലാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തിലാണോ മാനന്തവാടിയിൽ കൊണ്ടുപോയത് എനിക്കറിയാം. ഇതിനും രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ വെച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുക. ഏതായാലും വെച്ച സ്ഥിതിക്ക് ഇതിനെ മാറ്റുമ്പോൾ ഇനി അതിന് പ്രാദേശികമായിട്ടുള്ള തർക്കം വേറെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഒരു കാര്യം സർക്കാർ നിർബന്ധമുണ്ട്, അംഗീകാരം നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കും. അതെല്ലാം ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുൻഗണന നൽകും. ഇടുക്കി, വയനാട്, കാസർഗോഡ് ഈ 3 ജില്ലകളിലാണ് ആരോഗ്യവകുപ്പിൽ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതും ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ 3 സ്ഥലത്തിനും ഒരു പ്രത്യേക പ്രാധാന്യം ഗവൺമെൻറ് നൽകും. അത് ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുന്നുള്ള കാര്യം തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് പരിക്കേറ്റ് വന്നിരുന്ന ഒരു കുട്ടിക്ക് ഈ സർജറി ദിവസമല്ല എന്നുള്ള പേരിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം. അല്ല, അതൊക്കെ നിഷേധിച്ചാൽ ഗവൺമെൻറ് നടപടിയെടുക്കും. കാരണം അതൊരു ആശുപത്രിയാണല്ലോ. കാല് മുറിയുകയും ശരീരത്തിന് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരാളെ ചികിത്സിക്കാനുള്ള സംവിധാനം കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഉണ്ട്. ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടെങ്കിൽ നടപടിയെടുക്കും. അതും മെഡിക്കൽ കോളേജിൽ ബന്ധമൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല. ഏത് പരാതിയാണെങ്കിലും അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ സർക്കാർ കോടികൾ നഷ്ടത്തിലാക്കി, അതായത് കൊടുക്കാനുള്ള കാശ് ചില്ലറയല്ല. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ടില്ല. മറ്റ് ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് ബൈപ്പാസ് സർജറിക്കുള്ള എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ കാശ് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇതൊക്കെ പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. കഴിഞ്ഞ ദിവസം ധനകാര്യം വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയെങ്കിലും കുറേ കാശ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് 2 ദിവസത്തിനകം നൽകും. കുറേയൊക്കെ സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. എങ്ങനെ പ്രസവശേഷം തുണി കുടുങ്ങിയ ഒരു സംഭവമാണ് ശരീരത്തിൽ. ആ വിഷയത്തിന്റെ മുകളിൽ അന്വേഷണ റിപ്പോർട്ട് എവിടെ എത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പ് അന്വേഷിച്ചതാണ്. ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഇപ്പോഴും വലിയ ട്രോമ അനുഭവിക്കുന്ന ആ കുട്ടി കഴിഞ്ഞ ദിവസം പറയുന്നത്. അല്ല, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിച്ച് നടപടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് വന്നതിന് ശേഷമാണ് പുഴി അടിച്ച സംഭവം ഉണ്ടായത്. ഉടനെ അന്വേഷിച്ച് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു.
മിനിസ്റ്റർ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മടക്കി ഇതിപ്പോൾ കണ്ടെത്തിയ ഭൂമി അതിപ്പോൾ എങ്ങനെ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോടത്ത് മെഡിക്കൽ കോളേജും മറ്റൊരിടത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി. അവർ നിർബന്ധം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എസ്റ്റേറ്റ് സൗജന്യമായി തന്ന ആ ഫാമിലി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിനല്ലാതെ മറ്റൊന്നിനും ഇത് വിനിയോഗിക്കാൻ പാടില്ല. കാരണം അവർ സൗജന്യമായിട്ട് തന്നതാണ്. അതിന് ഞാൻ ഇപ്പോഴും ശ്രീ വീരേന്ദ്രകുമാറിനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്സുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് അന്ന് വിട്ടുകിട്ടിയത്. ഏതായാലും ആ സ്ഥലം ആരോഗ്യത്തിന് തന്നെ ഞങ്ങൾ വിനിയോഗിക്കും.